ദൈവമേ ഞങ്ങൾക്ക് എന്തിനീ വിധി, ദൈവമേ ഞങ്ങൾക്ക് എന്തിനീ വിധി. വന്നതും പോയതും നിന്നതും എല്ലാം കണക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. 3 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, നിങ്ങൾക്ക് ഇത്ര വല്ല കുറ്റോ? ഫുഡ് കഴിക്കുന്ന ഈ നാട്ടിൽ കുറ്റമാണോ? 3 മണിയായപ്പോ എനിക്ക് വിശന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, അത് നല്ലൊരു വിരുന്നിന് പോയി, അതിനിപ്പോ ഇത്ര പ്രശ്നം എന്തോന്ന്? പ്രശ്നമൊക്കെ എന്തോന്ന്? സംസാരം ക്ലിയർ ആയി. ഇതുവരെ പൂക്കി മേനോനെന്ന് വിളിച്ചോണ്ടിരുന്നവരൊക്കെ ഇപ്പൊ മാറ്റി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പഴാ ഞങ്ങൾക്ക് ഇത്ര ആശ്വാസം. നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഔചിത്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങൾ എടുത്ത അങ്ങോട്ട് ഔചിത്യം മുതലാക്കുകയാണല്ലേ സജി അങ്ങ്. ഔചിത്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് പൂക്കി മേനോനെ. ക്ഷമിക്കണം കേട്ടോ, അച്ഛനെ ദുരന്തം, ഞാൻ ചിരിച്ചുപോയി, സോറി കേട്ടോ. അയ്യോ എന്തെല്ലാം ഒരു ഞങ്ങളെ തന്നെ സമാധാനിപ്പിക്കുന്നത്, ഇതിലും വലിയ ദുരന്തങ്ങൾ ഞങ്ങൾ സഹിച്ചല്ലോ എന്ന് ഓർക്കും. അതെ, 2010 പ്രളയമല്ലേ, 2010 പ്രളയമല്ലേ, അത് വലിയ പ്രളയം മാത്രമാണോ? 10 വർഷക്കാലത്ത് എന്തെല്ലാം അനുഭവിച്ചു. 10 വർഷക്കാലം ഇല്ലാത്തതാണ് ഇപ്പൊ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക. ഈ പൂക്കി മേനോന്റെ പോക്കിത് എങ്ങോട്ടാണിത്? എങ്ങോട്ടാണ് ഈ പൂക്കി മേനോൻ? ഇത് പിണറായി കളിക്കാൻ നടക്കുവാണോ ഇങ്ങനെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. കള്ളം പറയും. പിണറായി അന്തസ്സുള്ള നേതാവായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് മാറി നിന്ന് അദ്ദേഹം മുണ്ടും മടക്കി കുത്തിയിട്ടെ നമുക്ക് ഒന്നിച്ചിറങ്ങാന്ന് പറയുമ്പോ ഈ കേരളത്തിന് കിട്ടുന്ന ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക, കേട്ടല്ലോ. എനിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിന് വന്നിരുന്നു മറ്റേ ഈ അന്തം കൊങ്ങികളെ ന്യായീകരിക്കുന്നത് പോലെ ന്യായീകരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പറയുന്നതിലൊക്കെ ഒരു പക്വത കാണിക്കണം കേട്ടോ. എനിക്ക് ലജ്ജ തോന്നുന്നു, കാര്യം എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യത്തെ വളച്ചൊടിക്കുക, മുഖ്യമന്ത്രി തന്നെ അതങ്ങ് വളച്ചൊടിക്കുക. ഇവിടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞോ, നിങ്ങൾ 3 മണിക്ക് ഭക്ഷണം കഴിച്ചതിനാണ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ പറഞ്ഞത്? 3 മണിക്ക് ഭക്ഷണം കഴിച്ചതിനേ അല്ല ഇവിടെ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗിന്റെ മറ്റേ പരിപാടിക്കൊക്കെ ചെന്ന് കയറി കൊടുത്തിട്ട് അവിടെ ഇരുന്ന് മറ്റേ എന്തുമായിരുന്നു അവിടെ ഇരുന്നോട്ട് ചിരി ബഹളം മൂക്കുമുട്ട തീറ്റ തിന്നുന്നതിനേ അല്ല നമ്മൾ പറഞ്ഞത്. ഒരു നാട് മുങ്ങുമ്പോഴാണ് അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ കേരളം മുങ്ങിക്കിടക്കുമ്പോ ആ പരിപാടിക്ക് ചെന്ന് കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നല്ലേ ചോദിച്ചത്? അതെ, ഇതിപ്പോ പിണറായി വിജയൻ ആയിരുന്നു കാണിച്ചിരുന്നതെങ്കിലും ഞങ്ങൾ ഇത് തന്നെ പറയും. അതെ, ഞങ്ങളുടെ നേതാവ് എങ്ങനെയൊന്നും കാണിക്കൂല. 10 വർഷം ഇവിടെ ഭരിച്ച് ഈ നാട് മുങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും മുണ്ട് മടക്കി കുത്തി ഇറങ്ങി നമുക്ക് ഒന്നിച്ചിറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങളുടെ നേതാവ് കേട്ടോ. ഞങ്ങളുടെ നേതാവ് ഔചിത്യ ബോധം ഇല്ലാതെ. അല്ലല്ല, ആ കാര്യത്തിൽ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെയാണ്. കാര്യം എന്താണെന്ന് അറിയാം, ആ മനുഷ്യൻ അസുഖബാധിതനായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു പ്രളയം വന്നത്. ആ മനുഷ്യൻ അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ആ യാത്ര മാറ്റി വെച്ചിരുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ നമ്മൾ കൈയടി കൊടുക്കുന്നു, അദ്ദേഹത്തിന് കൈയടി കൊടുക്കുന്നു. ദിവസവും വന്നിരുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഞാൻ കേരളത്തിനൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശ, നിങ്ങൾ മുഖ്യമന്ത്രി മാത്രമല്ല, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനാണ്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ മനുഷ്യൻ വെള്ളത്തിൽ കിടക്കുമ്പോഴാണോ മറ്റേ എറണാകുളത്ത് പോയിട്ട് ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യേണ്ടത്? ആ സമയത്താണോ ഒരു സൽക്കാരത്തിൽ പോയി പങ്കെടുക്കേണ്ടത്? അതിന്റെ ഇടയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്നെ വിമർശിച്ചെന്ന്. ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പറയാണ് എന്താ ഈ പ്രളയം വന്ന സമയത്തൊക്കെ മുൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് വെളുപ്പിക്കാതങ്ങ് മറിയിക്കുക കേട്ടോ. ദുരുപയോഗം ഹെലികോപ്റ്ററൊക്കെ ദുരുപയോഗം ചെയ്ത ചോദ്യത്തിന് പറയാൻ. അതെ, അമ്മായിയപ്പനെ കാണാൻ പോകാനാണോ ഇവിടെ ഹെലികോപ്റ്റർ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഇതിപ്പോ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനല്ല നമ്മൾ പറയുന്നത്. മുഖ്യമന്ത്രി വളച്ചൊടിക്കരുത് കേട്ടോ. മുഖ്യമന്ത്രി, അതായത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എന്തായിരുന്നു, പിണറായി വിജയൻ എവിടെ പോയതിനായിരുന്നു? ഒരിടത്തും പോയില്ല. പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ എന്തെല്ലാം പറഞ്ഞ മനുഷ്യനാണ് നിങ്ങൾ. എന്തെല്ലാം പറഞ്ഞ ആളാണ് വി ഡി സതീശൻ. എന്തൊക്കെ പറഞ്ഞു? ആ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോ ദാണ്ട കിടക്കുന്നത് പിണറായിയേക്കാൾ തോൽവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലല്ല അദ്ദേഹം ന്യായീകരിച്ചത്. ഞങ്ങൾക്ക് അതിൽ അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി എന്ന രീതിയിലല്ലേ ന്യായീകരിച്ചത്? അതെ, ഞങ്ങളുടെ പണ്ടത്തെ മുഖ്യനെ പോലെ ന്യായീകരിക്കാൻ പഠിക്കണം, അതാണോ? ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് വ്യക്തമായ ഉത്തരം
വ്യക്തമായ ശക്തമായ ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രി അന്നത്തെ കാലത്ത് നടത്തിയായിരുന്നോ? ഇമോഷണൽ ഡാമേജ്, ഇമോഷണൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതന്നെ വേറൊരു കാര്യം ഈ വി ഡി സതീശൻ, ഞാൻ മറ്റേ എന്തെന്നാ എറണാകുളത്ത് പോയത്, അവിടെ ഒരു ഇൻവെസ്റ്റർ വന്നിരുന്നു. അവരുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താ ഇൻവെസ്റ്റർക്ക് തിരുവനന്തപുരത്തോട്ട് വരാൻ അറിയത്തില്ലേ? മുഖ്യമന്ത്രി ഇൻവെസ്റ്റർമാരെയൊക്കെ അങ്ങോട്ട് പോയാണോ കാണുന്നത്? ഇതേ ഇൻവെസ്റ്റർ തമിഴ്നാട്ടിൽ പോയിരുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ തമിഴ്നാട്ടിൽ പോയി മറ്റേ തിരുച്ചിറപ്പള്ളിയിലും ചെന്നൈയിലും അല്ല, CM വിജയുടെ ഓഫീസിൽ പോയാണല്ലോ ഇൻവെസ്റ്റർ കണ്ടത്. പിന്നെ എന്തിനാ ഈ ഇൻവെസ്റ്റർ ഉള്ളിടത്ത് പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണാൻ നിൽക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അത് എന്ത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചായിരുന്നു, കേരളത്തിന് ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ആണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന്. പിന്നെ ആരോടാ പണയേണ്ടത്? പിന്നെ ആരോടാണ് പൂക്കി മേനോനെ ഇത് പറയേണ്ടത്? അല്ല പറ, പൂക്കി മേനോന്റെ കുടുംബത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ല. സംസ്ഥാനത്തെ കാര്യങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതിന് മറുപടി കിട്ടിയേ മതിയാകൂ. ഇതുപോലെ 10 വർഷം മുൻപ് എനിക്കൊന്നും പറയാനില്ല, എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു. പിണറായി വിജയന്റെ കുടുംബത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറുപടി തരണ്ട, സൗകര്യമില്ലെന്ന് പറഞ്ഞോളൂ. പക്ഷെ സംസ്ഥാനത്തെ ബാധിക്കുന്ന എന്ത് വിഷയത്തിൽ ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് ജനങ്ങളുടെ മേലെ അങ്ങ് ചവിട്ടിക്കേറി ഇരിക്കാനുള്ള കസേരയല്ല. അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ 10 വർഷം മുൻപ് ഇതുപോലെ ധരിച്ചു വെച്ചിരുന്നവർക്കൊക്കെ ഉണ്ടായ സ്ഥിതി ആയിരിക്കും പൂക്കി മേനോനെയും കാത്തിരിക്കുന്നത്. ഈ ജനം ദുരിതം അനുഭവിക്കുമ്പോൾ വിരുന്നിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഈ നാടിനെ പൊതുസമൂഹത്തിൽ കടുത്ത വിമർശനം, മക്കള് പോലും കിട്ടുന്നില്ല. കൃത്യസമയത്ത് അലർട്ടുകൾ നൽകുന്നതിൽ അധികാരിക്ക് തെറ്റുപറ്റി. പറ അങ്ങോട്ട്. അത് പറഞ്ഞപ്പോഴത്തേക്കാണ് പത്തനംതിട്ട മുങ്ങാൻ കാരണം എന്തൊക്കെയായിരുന്നു? പത്തനംതിട്ട സർക്കാരിന്റെ പിഴവ്. കാര്യം എന്താന്ന് നമുക്കറിയാമല്ലേ? കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേടും അതിലുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? മൂഴിയാർ ഡാം തുറന്നു വിടുന്നതിനെ കുറിച്ച് കൃത്യമായ അലേർട്ട് കൊടുത്തില്ല. മുങ്ങാനുള്ള ഈ സർക്കാരിന്റെ കാലത്ത്, ഇപ്പോഴത്തെ പ്രളയത്തിന്റെ കാര്യമാണ് പറയുന്നത്. കൃത്യമായ അലേർട്ട് കൊടുത്തില്ല. അതിൽ ജാഗ്രത കുറവുണ്ടായി. മറ്റൊരു കാര്യം, മണിയാറിന്റെ 5 ഷട്ടറുകൾ തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല 2018. നോക്കണ്ടേ? ഈ സർക്കാർ വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ആ ഷട്ടറുകൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ, ഈ ഷട്ടർ മറ്റേ ഈ ഡാമുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ ഏകദേശം 1 വർഷം വേണ്ടി വരും. 2018 ആ ഷട്ടറുകൾ തകർന്നത്. 26 ആയില്ലേ? നിങ്ങൾ എന്ത് തേങ്ങ പുഴുങ്ങുകയായിരുന്നു? 19 ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലെന്ന്. 2018 നടന്ന ഡാം തകർന്നിട്ട്, ഡാമിന്റെ ഷട്ടറുകൾ തകർന്നിട്ട് 2026 വരെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതോ നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിച്ച കൊൽക്കത്തയിലെ ഒരു കമ്പനിക്ക്, കൊൽക്കത്തയിലെ കമ്പനിക്ക് പ്രവൃത്തി പരിചയമില്ല. ജാമുവിന്റെ കാലത്തുള്ള കുറ്റം പോലും ഞങ്ങൾ തലയിൽ കെട്ടിവെക്കുന്നു. നിങ്ങളുടെ ഭരണകാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഷട്ടറിന്റെ കാര്യങ്ങൾ, അവിടെ ആ ഡാമിന്റെ പുനർനിർമ്മാണം നടത്താൻ, അല്ലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർക്ക് അലേർട്ട് നൽകുന്നതിൽ സംഭവിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ പ്രളയത്തിന്റെ ഉത്തരവാദിത്തം ഇവരും കൂടിയാണ്. അതായത് ഇടതിനും വലതിനും 2 സർക്കാരുകൾക്കും പിഴവ് സംഭവിച്ചു. പോരെ, സമാധാനമായല്ലോ. ഞങ്ങളുടെ തലയിൽ മാത്രം ഇട്ടിട്ട് ഞങ്ങൾ സമ്മതിക്കൂല. ഇപ്പോഴത്തെ സർക്കാർ എന്ത് ചെയ്യായിരുന്നു? കാലവർഷം വരുന്നു എന്ന് അറിയിപ്പുണ്ടായിട്ട് എന്ത് ചെയ്യായിരുന്നു? 2018 ഡാം തുറന്നുവിട്ടത് എങ്ങനെയായിരുന്നു? 2018 പ്രളയത്തിൽ മുങ്ങിയ അതേ ഇടങ്ങളാണ് ഈ പ്രാവശ്യം മുങ്ങിയിരിക്കുന്നത്. എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 3 മാസം കൊണ്ട് സർക്കാർ എന്ത് ചെയ്തു? നിർത്തൂ. 2019 പ്രളയം ഉണ്ടായപ്പോൾ ഇതേ സ്ഥലങ്ങളിൽ തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. 2020-ലും 2021-ലും 2022 തുടർച്ചയായി കേരളം ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ കാലത്ത് കാര്യക്ഷമമായി എന്ത് ചെയ്തു? ഇവര് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. കുറ്റപ്പെടുത്താൻ സമയമാകുന്നതേ ഉള്ളൂ. മുന്നൊരുക്കത്തിൽ വീഴ്ച സംഭവിച്ചു. 2018 ശേഷം ഒരു വീട് മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നത് ഇപ്പോഴെന്നെയാണോ ഉണ്ടായത്? ആണോ? 2018 മുങ്ങിയില്ലേ? 2018 ശേഷം 2018 ശേഷം വീട് വരെ മുങ്ങുന്ന ദുരന്തം ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോ സർക്കാർ മുന്നൊരുക്കത്തിൽ വീഴ്ചകൾ സംഭവിച്ചു. കാലവർഷം വരുന്നു എന്ന് പറഞ്ഞു, കാലവർഷം കുറവെന്ന് പറഞ്ഞു മിണ്ടാതെ പൂട്ടി അകത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു എല്ലാരും കൂടി. കാലവർഷം അപ്രതീക്ഷിതമായിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് പൊങ്ങിയില്ലേ? മുന്നൊരുക്കം 2018 ഡാം തുറന്നു വിട്ടത് എങ്ങനെയായിരുന്നു? മുന്നറിയിപ്പ് കൊടുത്തിട്ടായിരുന്നു ഡാം തുറന്നു വിട്ടത്.
എടോ ഇവര് കയറിയിട്ട് 3 വർഷമല്ലേ ആകുന്നുള്ളൂ. 3 മാസം 3 മാസമല്ലേ ആകുന്നുള്ളൂ. 3 മാസം ഇവരെ കുറ്റപ്പെടുത്താൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. 3 മാസം പ്രവൃത്തി പരിചയമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം സഹിക്കണോ? ജനങ്ങളെല്ലാം സഹിക്കണോ? സർക്കാരിന്റെ എല്ലാ വീഴ്ചകളും ഞങ്ങൾ സഹിക്കണോ? ശരി, സമ്മതിക്കുന്നു. നിങ്ങൾ എപ്പോഴായിരുന്നു ഇറങ്ങിപ്പോയത്? 2026 ഏത് മാസമായിരുന്നു നിങ്ങൾ ഇറങ്ങിപ്പോയത്? മെയ് മാസം വരെ നിങ്ങൾ എന്ത് മറ്റേ പിണ്ണാക്ക് അവിടെ ചെയ്തു? കാലവർഷം വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണോ എന്നിട്ട് മുന്നൊരുക്കം നടത്താത്തത്? ഒരു സർക്കാർ ഇരിക്കുന്ന സമയത്ത് കാലവർഷം വരുന്നതനുസരിക്കുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തണം. നിങ്ങളും തോൽവിയാണ്, ഇവരും പടു തോൽവിയാണെന്ന് തെളിയിച്ചു. 3 മാസം കൊണ്ട് മുന്നൊരുക്കം നടത്താൻ പറ്റിയില്ലേ? എന്താ 2018 തകർന്ന ഡാമിന്റെ പ്രവർത്തനം ഈ 2026 നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഡാമിന് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായോ? മണിമേഖലയിൽ ഓക്കെ. പത്തനംതിട്ട മുങ്ങിയത് പിന്നെ എങ്ങനെയാണോ? അത് പിന്നെ ഞങ്ങക്ക് ഏതോ അമ്മച്ചി പറഞ്ഞു പിണറായി വിജയനായിരുന്നു ശരിയെന്ന്. ക്യാമ്പിൽ അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിയെ കൊണ്ട് ആരാ പറയിച്ചത്? അത് പിന്നെ അതും ചീറ്റ് കേട്ടോ, അതും ചീറ്റ്. അമ്മച്ചി പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സർക്കാർ കൊള്ളൂല, പിണറായി ആയിരുന്നു ശരിയെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും തോൽവിയാണ്, ഇപ്പൊ വന്നവരും പടു തോൽവിയാണ്. അനുഭവിക്കുന്നത് ആരാ? കേരളത്തിലെ ജനങ്ങൾ. ഞങ്ങൾ. പിന്നെ ഞാനുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ കിടന്നങ്ങ് മെഴുകുന്നത് ന്യായീകരിച്ച്. അത് പിന്നെ മുന്നൊരുക്കത്തിൽ വീഴ്ച സംഭവിച്ചത്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മുങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ കരുതലെടുക്കുക. മനസ്സിലായോ? അല്ലാതെ ഇവര് നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാത്തിരിക്കരുത്. അവര് നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ഉള്ളൂ എന്ന് ഈ പ്രളയവും തെളിയിച്ചില്ലേ നമ്മളെ? പ്രളയവും തെളിയിച്ചില്ലേ? പ്രിയപ്പെട്ട മാനവരെ, നിങ്ങൾ വെള്ളത്തിൽ കിടന്ന് അടിക്കുമ്പോ ഭക്ഷണം വിരുന്നിന് പോകുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്നുമില്ലല്ലോ, എന്താ ചിരിക്കുന്നുണ്ടല്ലോ? ചിരിക്കുന്നുണ്ടല്ലോ. ആഹ്ലാദിപ്പിൻ അനുഭവിച്ചു. ഇല്ലാത്തന്നെ എങ്ങനെ വേണം? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നോ പിണറായി ആയിരുന്നു ശശിന്ന്? ശശിയോ? പിണറായി ആയിരുന്നു ശശി. എപ്പോഴുള്ളതാണ് സോമൻ. മനസ്സിലായില്ലേ? രണ്ടും കണക്കാ. അപ്പൊ നിങ്ങൾക്ക് ഇനി BJP കാരണമായിരിക്കും അടിച്ചോടിക്കും വന്നാല്. എന്തായാലും ദുരന്തം സഹിക്കണം. മാറി മാറി നിങ്ങളെ തന്നെ സഹിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇനിയും ഒരു വീഴ്ച ഇങ്ങനെ സംഭവിക്കരുത്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിക്കരുത്. ഇത് ദുരന്തമായിട്ട് പ്രതിഷേധവുമായിട്ട് വരാം. മുഖ്യമന്ത്രി വി ഡി സതീശനോട് പറയാനുള്ളത്, കാര്യങ്ങൾ പറയുമ്പോൾ വളച്ചൊടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ന്യായീകരണ തൊഴിലാളിയല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ ബോധം വേണം കേട്ടോ. അതെ, വേണം. പൊതുപ്പൊക്കെ വേണം. പിന്നെ ഇത് ഒരു ദുരന്തം ആയതുകൊണ്ടാണ് ഞങ്ങൾ മുതലെടുപ്പൊന്നും നടത്താതെ നിങ്ങൾ മുതലെടുപ്പ് നടത്തിയില്ലെന്നോ? എന്ത് മുതലെടുപ്പ്? ഞങ്ങൾക്ക് എന്തൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു മുതലെടുപ്പ് നടത്താൻ, ഞങ്ങൾ ചെയ്തു അത്. അയ്യോ, അണികൾ നന്നായി ചെയ്യുന്നുണ്ട്, നേതാക്കന്മാർ പറഞ്ഞില്ലെങ്കിലും. അത് പിന്നെ ഷിബു ബേബി ജോൺ നീണ്ടകരയിൽ അവിടെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഓടിച്ചെന്നപ്പോൾ, കയ്യിൽ കൊടുത്തോണ്ട് ഓടിച്ചെന്നപ്പോൾ കമ്മികളുടെ ഗ്രൂപ്പുകളിൽ എന്താ വന്നത്? മന്ത്രി പട്ടി ഷോ കാണിക്കാൻ വന്നു. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ സോ മച്ച് ഇതല്ലേ, ഇതിനപ്പുറം ചെയ്യേണ്ടതാണ് ഞങ്ങൾ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിലൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇവര് പുറത്തു നിന്ന് ഒരുത്തനുണ്ടല്ലോ, മറ്റേ ആ മാങ്ങാണ്ടി ഇരുന്ന് വീഡിയോ ഇടില്ല. ആ മണ്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇടുന്ന വീഡിയോ എല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അതെ, ഒരു വലിയൊരു പോരാളി രണ്ട് കയ്യിൽ വാച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു കയ്യിലെ സമയം ശരിയല്ലാത്തതുകൊണ്ട് മറ്റേ കയ്യിൽ നോക്കാനായിരുന്നു. ചവിട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് കാര്യം ചോദിക്കേ. മടുത്തു പോ, നിങ്ങളെയൊക്കെ കൊണ്ടങ്ങ് മടുത്തു പോ. പളിക്കാട് ഒലക്കര മൂട്